ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ 100 കോടി എത്തിയോ അതോ എത്തിയില്ലേ? ഇതൊരു ചോദ്യമാണ്. പലപ്പോഴായി പലരുടെയും മനസ്സിൽ തോന്നുന്ന സംശയമാണ്. ചിലർ സന്തോഷത്തോടെയും ചിലർ വിഷാദത്തോടെയും ചോദിക്കുന്ന ചോദ്യം. എന്നാൽ ഒഫീഷ്യലായി വന്ന പോസ്റ്ററിൽ 100 കോടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ട്രാക്കേഴ്സ് മുഖാന്തരമുള്ളതിൽ 95, 98 കോടിയൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് എന്നുള്ള കാര്യം. ഏത് സിനിമ ഇറങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് മാർക്കോ 100 കോടി എത്തിയില്ല എന്ന് വിശ്വസിക്കുന്നവർ ഇതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഏകദേശം 10ഓളം സിനിമകളാണ് നമ്മൾ ഇതിനകത്തിൽ പറയാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ച് നടന്മാരെയോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല, മലയാളത്തിൽ 100 കോടി അടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ഒക്കെ ഫാൻസും ഒക്കെ പറയുന്ന കാര്യങ്ങളിലുള്ള സിനിമകളാണ്. ആദ്യമായി വന്നത് പുലിമുരുകനാണ്. പുലിമുരുകൻ വർഷങ്ങൾക്ക് മുമ്പ് 100 കോടി അടിച്ചു എന്ന് പറയുന്ന ചിത്രമാണ്. 100 അല്ല, 150 കോടിക്ക് അടിച്ചു എന്നുള്ള ആണ് ഇപ്പോഴും റെക്കോർഡുകളിൽ അത് കാണുന്നത്. മറ്റൊന്ന് ലൂസിഫർ എന്നുള്ള ചിത്രമാണ്. ലൂസിഫറും 150 കോടിയോളമാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം, ഈ രണ്ട് സിനിമകളിൽ പുലിമുരുകന് പ്രത്യേകിച്ച് പ്രൂഫൊന്നുമില്ല. അതായത് അന്ന് ട്രാക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയം. ലൂസിഫറും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നീട് സിനിമ ടിക്കറ്റിൻ്റെ കാര്യത്തിലും അതേപോലെ റിലീസ് ചെയ്ത കാര്യങ്ങളുമൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം, ശരിയല്ലായിരിക്കാം. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾ വിശ്വസിക്കണം. ഈ പറഞ്ഞ പോലെ മാർക്കോയും 100 കോടി കഴിഞ്ഞു എന്നുള്ളത്. ഇനിയും ഉണ്ണി മുകുന്ദൻ തന്നെ ഉണ്ടായിരുന്ന, ക്ഷമിക്കുക, 2018 എന്നുള്ള ചിത്രമാണ്. 2018 നമ്മൾ കണ്ടതാണ്. വലിയ തിരക്കോടെ വന്ന് ട്രാക്കേഴ്സ് മുഖാന്തരം ഒക്കെ വന്ന് നമ്മൾ 100 കോടി കടന്ന ചിത്രമാണെന്ന് പറയുന്നു. അതും ഒഫീഷ്യലായിട്ട് തന്നെ പോസ്റ്റർ വന്നതാണ്. ആടുജീവിതം വലിയ ബഡ്ജറ്റിൽ വന്ന് വലിയ രീതിയിൽ വിജയമാകിയ സിനിമ. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ സിനിമ പരാജയമാണ്. 100 കോടിയും കടന്ന് 150 കോടിയും കടന്നൊക്കെ മുന്നോട്ട് പോയത്. മറ്റൊരു ചിത്രം പ്രേമലുവാണ്. അതേപോലെ തന്നെ ആവേശം. ഈ സിനിമകൾക്കൊക്കെ ട്രാക്ഡാണ് 100 കോടി കഴിഞ്ഞു എന്നുള്ളത്. അവിടെയും ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന കണക്കുകൾ 150ൻ്റെയൊക്കെ മുകളിൽ തന്നെയാണ്. ഇനി മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയാണ്. ആ ഒരു സിനിമ നമുക്ക് പറയാൻ തന്നെ വലിയ താല്പര്യമില്ല. കാരണം 200 കോടി അടിച്ചു എന്ന് ഇപ്പോഴും പലരും വിശ്വസിക്കുന്ന സിനിമ ഇഡിയുടെ ഡീറ്റെയിൽസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു 140 കോടിയോളമാണ് സിനിമ. മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ സിനിമയാണ്. സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ, തട്ടിപ്പും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു സിനിമയായിരുന്നു. എത്രത്തോളം വസ്തുതയും കാര്യങ്ങളുമൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അത് വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ പോകാം. അപ്പോൾ ഈ സിനിമകളൊക്കെ 100 കോടി കടന്നു, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഫൈനൽ കളക്ഷൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ നമുക്ക് മാർക്കോയും 100 കോടി കടന്നു എന്ന് വിശ്വസിക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്നത് മാളികപ്പുറം. ഉണ്ണി മുകുന്ദൻ്റെ തന്നെ മാളികപ്പുറം എന്ന ചിത്രം 100 കോടി കടന്നു എന്ന് ഉണ്ണി മുകുന്ദൻ തന്നെ ഒഫീഷ്യലായിട്ടപ്പോൾ വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്ത് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നാണക്കേട് തന്നെയാണ്. കാരണം ഒരു പോസ്റ്ററാണ്, അത് നല്ലതായിട്ട് ഓടി നല്ല ലെവലിലുള്ള ഒരു സിനിമ, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത സിനിമ തന്നെയാണ്. അത് ആരും വിശ്വസിച്ചില്ല, അത് 100 കോടി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ. അതാണ് ഇത്ര സിനിമകളിൽ നേരെ തിരിച്ചു പറയുന്ന ഒരു സിനിമ. ഇനി മരക്കാർ, മാമാങ്കം, ഈ രണ്ട് സിനിമകളുടെ 100 കോടി പോസ്റ്റർ ഒഫീഷ്യലായി വന്നതാണ്. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമ 100 കോടിയിലേക്ക് വന്ന മരക്കാർ, ഇത് ഒഫീഷ്യലായിട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇറങ്ങുന്നതിന് മുമ്പ് പ്രീ ബുക്കിങ്ങിലൂടെ സിനിമ 100 കോടി നേടിയതാണ്. മാമാങ്കം ഇറങ്ങി പാളീസായി കഴിഞ്ഞപ്പോൾ 135 കോടിയുടെ പോസ്റ്റർ വന്നതാണ്. ഇതെല്ലാം മലയാള സിനിമയിലെ 100 കോടി ചിത്രങ്ങളുടെ പട്ടികയിൽ വന്നതാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മാർക്കോ എന്ന സിനിമയ്ക്ക് ഇത്ര വലിയ, ഈ പറഞ്ഞ ഇത്ര സിനിമകളുടെ പോലെ ഒന്നും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ പുറത്തേറിയിട്ടില്ല. ഇതിനകത്തിൽ നമുക്ക് വിടാവുന്ന 2-3 സിനിമകളുണ്ട്. പ്രേമലു, ആവേശം, അങ്ങനെയുള്ള സിനിമകൾ, ഈ പറഞ്ഞ പോലെ മാളികപ്പുറം, അതേപോലെ 2018 അങ്ങനെയുള്ള സിനിമകളെയൊക്കെ നമുക്ക് ഇതിനകത്തിൽ നിന്ന് മാറ്റാവുന്നതാണ്. കാരണം അവർക്കൊന്നും അത്ര ഗംഭീരമായിട്ടുള്ള തള്ളുകളൊന്നും തന്നെ നമ്മൾ കണ്ടിരുന്നില്ല. ബാക്കി സിനിമകളിൽ പുലിമുരുകനെയും നമുക്ക് അല്ലെങ്കിൽ ലൂസിഫറിനെയും വിടാം, അതിന് നമുക്ക് റെക്കോർഡില്ല. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് അടക്കം ഇന്നും പറയുന്നു മലയാളത്തിലെ ആദ്യ 200 കോടി സിനിമ എന്നാണ് ലൂസിഫറിനെ പറയുന്നത്. പക്ഷേ ഒഫീഷ്യലായിട്ടും ആരാധകർ പോലും അത് 150 കോടിക്ക് താഴെയെന്ന് പറയുന്ന ചിത്രമാണ്. എന്താണെങ്കിലും മാർക്കോ എന്ന സിനിമ തീർച്ചയായും 100 കോടി കിട്ടി എന്നുള്ളത് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. വെറും 5 കോടിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫേക്ക് അടിക്കേണ്ട കാര്യമില്ല. പലരും ചോദിക്കുന്നു 95 കോടിയല്ലേ എത്തിയുള്ളൂ എന്നുള്ളത്. ഇനി നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വരുന്ന ദിവസം സിനിമ 100 കോടി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാം. എന്താണെങ്കിലും മലയാളത്തിലെ ഈ സിനിമകളെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു പക്ഷേ നമ്മൾ പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ തെറ്റായിട്ട് തോന്നാം, ചിലപ്പോൾ ശരിയായി എന്ന് തോന്നാം. അതൊക്കെ എൻ്റെ തോന്നലുകൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള യാതൊരു റിപ്പോർട്ടുകളുമല്ല എന്നുള്ളത്. നമ്മൾ തമ്മിൽ ഒരു സംസാരം എന്നുള്ള ലെവലിൽ മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തിലെ എല്ലാ സിനിമകളും ഒന്ന് വിശകലനം ചെയ്യാം. ഈ പറഞ്ഞ പുലിമുരുകൻ മുതൽ മാമാങ്കം വരെ നമ്മൾ പറഞ്ഞ ലിസ്റ്റിലുള്ള സിനിമകളിൽ 100 കോടി അടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം. എന്തായിരിക്കാം നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ അണിനിരത്താം. ഇതൊരിക്കലും ഒരു ഫാൻ ഫൈറ്റോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ വേറെ രീതികളോ ഒന്നുമുള്ള ഇതല്ല. നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് പറയുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാർക്കോ 100 കോടി കടന്നിരിക്കുന്നു. കാരണം നല്ല സപ്പോർട്ടാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. നല്ല ലെവലിൽ തന്നെ സിനിമ ഓടി, അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പെർ ഡേ സിനിമയ്ക്ക് ഇപ്പോഴും 2 കോടി 2.5 കോടി ആണ്, 2 കോടിയോളമാണ് ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടുന്നത്. തീർച്ചയായും ഒരു 3 കോടിക്കടുത്ത് അല്ലെങ്കിൽ 2.5 കോടിയെങ്കിലും സിനിമയ്ക്ക് ഡെയിലി ഈ ഒരു വർക്കിംഗ് ഡേയിലും ഓൾ വേൾഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാത്തിരിക്കാം. നിങ്ങളുടെ ഓരോ കമൻസിനും വേണ്ടി എന്താണ് നിങ്ങൾക്ക് വിശ്വാസം ഒന്ന് പറയാം. ഇതൊരു ജസ്റ്റ് ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കുക, ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒന്നുമല്ല. നമ്മൾ ആളുകൾ തന്നെ തമ്മിൽ സംസാരിക്കുന്ന ലെവലിലുള്ള ഒരൊറ്റ കാര്യം. നിങ്ങൾക്ക് പലരുടെയും ഫാൻസ് ഉണ്ടാകും. മോഹൻലാൽ മുതൽ മമ്മൂട്ടി വരെയുള്ള സിനിമകളുടെ കാര്യങ്ങളാണ്, പുതിയ തലമുറയിലുള്ള ആളുകളുടെയും ഒക്കെ സിനിമകളാണ് നമ്മൾ പറഞ്ഞത്. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള താരങ്ങളുണ്ടാകും. നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ പറയാം.